ദിലീപിൻ്റെ സിനിമ എന്നെ സംബന്ധിച്ച് ഞാൻ കാണില്ല. മറ്റുള്ള അഭിപ്രായം എനിക്കറിയില്ല. നമ്മൾ വെറുത്തു പോയി. കാരണം ഇപ്പോൾ ഒരു നടിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നാളെ ഞാനൊരു സ്ത്രീ എനിക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പണത്തിൻ്റെ പുറത്ത് ആൾ ഫ്രീ ആയിട്ട് ഇറങ്ങി പോവുക. പിന്നെ ഞങ്ങൾക്ക് പെൺകുട്ടികളുള്ളതല്ലേ, അപ്പോൾ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുമ്പോൾ നമുക്കതൊരു വിഷമമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ആ പടങ്ങൾ അവൻ്റെ എന്ത് പടം വന്നാലും കാണൂല. ദിലീപിൻ്റെ സിനിമ പൊതുവേ ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ട്. ഇപ്പോഴേ പിന്നെ അതിനോടൊരു മടുപ്പുണ്ട്, ഇങ്ങനൊരു വിഷയം വന്നതുകൊണ്ട്. ഒരു സർവൈവറിൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ, പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ആ സിനിമ കാണാൻ താല്പര്യമില്ല. തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കാൻ തോന്നുന്നില്ല. നമുക്ക് ആ സിനിമ കാണാൻ വേണ്ട, അവൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ട. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ വിധി വന്നിരുന്നു. അതിൽ 8ാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല, അവൾക്കൊപ്പമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ കണ്ടതാണ് KSRTC ബസ്സിലും അമ്പലത്തിലും അടക്കം ദിലീപിനെയും ദിലീപിന്റെ സിനിമകളെയും മാറ്റി നിർത്തപ്പെടുന്നത്. അടുത്ത ദിവസങ്ങളിൽ ദിലീപിന്റെ പുതിയ സിനിമയായ ബബ്ബബ്ബ റിലീസാണ്. നമുക്ക് ചോദിക്കാം ആളുകളോട്, അവർ ഈ സിനിമ അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമകൾ ഇനി ഏറ്റെടുക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. ദിലീപിൻ്റെ സിനിമ എന്നെ സംബന്ധിച്ച് ഞാൻ കാണില്ല. മറ്റുള്ള അഭിപ്രായം എനിക്കറിയില്ല. നമ്മൾ വെറുത്തു പോയി. കാരണം ഇപ്പോൾ ഒരു നടിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നാളെ ഞാനൊരു സ്ത്രീ എനിക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പണത്തിൻ്റെ പുറത്ത് ആൾ ഫ്രീ ആയിട്ട് ഇറങ്ങി പോവുക. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയണത്. അപ്പം ഇനി നിങ്ങളോട് സംസാരിക്കുന്ന ആൾ ഇതുപോലെ തന്നെ പറയട്ടെ എന്നാണ് ഞാനും പറയണത്. ഞാൻ സംബന്ധിച്ച് ഇതിൻ്റെ പടമേ കാണൂല. വന്നാലും ഇവിടെ അത്ര വെറുത്തു പോയി. ഒരു സർവൈവറിൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ, പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ആ സിനിമ കാണാൻ താല്പര്യമില്ല. കാണണമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്തായാലും ദിലീപിൻ്റെ ഭാഗത്ത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇല്ല പോലെ അത് നമ്മൾ ആ സർവൈവറിൻ്റെ ആ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എത്രയായാലും അവർ ആ ഒരു ഇപ്പം സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. വേറൊരാൾ ഹിറ്റാവുന്നത്, ചെയ്തൊരു വ്യക്തി ഹിറ്റാവുമ്പോൾ വിക്ടിം അത്രയും അവിടെ ഇതായിക്കൊണ്ടിരിക്കുകയല്ലേ. അവരുടെ ആ ഒരു മനോഭാവം നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പം താല്പര്യമില്ല കാണാനായിട്ട്. പക്ഷേ പെൺപിള്ളേർക്ക് ജീവിക്കണ്ടേ, പെൺപിള്ളേർക്ക് ഒറ്റയ്ക്ക് നടക്കണം. ഇപ്പോൾ സിനിമ നടിക്കാണെങ്കിലും ഏത് നടിക്കാണെങ്കിലും വന്നതും മറ്റുള്ള പെൺപിള്ളേർക്ക് വന്നതും ഒരുപോലെ തന്നെയല്ലേ. നമ്മളും പെൺപിള്ളേരെ വളർത്തണ്ട. ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിച്ച് എങ്ങനെ പെൺപിള്ളേരെ പുറത്തു. ദിലീപിനും ഇല്ലേ മകള്, 2 പെൺകുട്ടികളല്ലേ, അവർക്ക് ഇത് വന്നാൽ അവർ സമ്മതിക്കും. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാവരും. നമുക്ക് ആ സിനിമ കാണാൻ വേണ്ട, അവൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ട. അപ്പോൾ ഞങ്ങൾ കാണൂല. പിന്നെ ഞങ്ങൾക്ക് പെൺകുട്ടികളുള്ളതല്ലേ, അപ്പോൾ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുമ്പോൾ നമുക്കതൊരു വിഷമമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ആ പടങ്ങൾ അവൻ്റെ എന്ത് പടം വന്നാലും കാണൂല. പിന്നെ ഏതൊരു പരിശീലനം ഒരു പരിപാടിക്കൊക്കെ വിളിച്ചാലും അത് ശരിയല്ല. വേറെ ആൾത്തപ്പൻ്റെ അവിടെ നിന്ന് ഉദ്ഘാടനമായിരുന്നു ഇതിൻ്റെ, അതൊക്കെ നിർത്തി വെച്ചു അല്ലേ. അപ്പോൾ ഭഗവാനും കൂടി വേണ്ട അവനെ. ദിലീപിൻ്റെ സിനിമ പൊതുവേ ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ട്. ഇപ്പോഴേ പിന്നെ അതിനോടൊരു മടുപ്പുണ്ട്, ഇങ്ങനൊരു വിഷയം വന്നതുകൊണ്ട്. ഞാനാണെങ്കിൽ പോവില്ല. എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. പോകുന്നവർക്ക് പോവാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് താല്പര്യമില്ല. ഞാൻ കാണൂല. ഇല്ല, കാണില്ല. അല്ല, അങ്ങനെ ഒരു കേസിൽ ഇൻവോൾവ് ആയ ഒരാളുടെ സിനിമനി എന്തായാലും തിയേറ്ററിൽ പോയി കാണില്ല. ചിലപ്പോൾ OTT വന്നാൽ ചിലപ്പോൾ കാണായിരിക്കും. തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കാൻ തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അഭിപ്രായമാണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരുടെ സിനിമയാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ പോയി കാണാം അങ്ങനെ. പിന്നെ പേഴ്സണലി നടന്നതിനെ പറ്റിയിട്ട് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ചെയ്തത് തെറ്റാണോ ശരിയാണോ നമുക്കറിയാത്ത സ്ഥിതിക്ക് സിനിമയായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ സിനിമ കാണുന്നത്, ഇപ്പോൾ പണ്ടത്തെ സിനിമ വന്നാലും കാണും, പുതിയ നല്ല സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പോയി കാണും. കോർട്ടിൻ്റെ തീരുമാനമാണ്. നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിപ്പോൾ ഒരു മാറ്റം സംഭവിക്കും അങ്ങനെയൊന്നും അഭിപ്രായമില്ല. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതാണ് കാര്യം. അതിനെപ്പറ്റി പേഴ്സണലി അറിയാത്ത സ്ഥിതിക്ക് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യം. നല്ല സിനിമയാണെങ്കിൽ സിനിമേൻ്റെ കണ്ടൻറ് വീസ് അങ്ങനെ, അല്ലാതെ പേഴ്സണലി അല്ല. സിനിമ കണ്ടൻറ് എങ്ങനെയാണോ അതിനനുസരിച്ച്. നല്ലൊരു കണ്ടൻറ്റുള്ള സിനിമയാണെങ്കിൽ ആക്ടറിനെ ബേസ് ചെയ്ത് മാത്രം സിനിമേനെ ജഡ്ജ് ചെയ്യരുതല്ലോ. നല്ല സിനിമയ്ക്കാണെങ്കിൽ മോഹൻലാലും കൂടി ഉള്ളതുകൊണ്ട് കാണാം.